وبحمده سبحان الله العظيم وبحمده يستغفر الله. നമ്മുടെ പള്ളികളിലൊക്കെ ദർസുകളുള്ള പള്ളികളിൽ അത് കേൾക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്. كلمتان خفيفتان على اللسان ثقيلتان على الميزان حبيبتان إلى الرحمن. കാരുണ്യവാനായ അല്ലാഹുവിന് ഇത്രമേൽ ഇഷ്ടമുള്ള വാക്കുകളില്ല കേട്ടോ. നാവുകളിൽ പറയാൻ ഇത്രമേൽ എളുപ്പമുള്ള വാക്കുകളുമില്ല. നാളെ തുലാസിൽ അല്ലാഹു കനം തൂക്കുമ്പോൾ ഇത്രത്തോളം ഭാരമുള്ള വാക്കുകളുമില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. വേറെ റിവായത്തുകളിൽ വന്നതനുസരിച്ച് അത് ചൊല്ലിയിട്ട് മഗ്രിബിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ഖബ്ലിയായ 2 റക്അത്ത് മുഅക്കദല്ലെങ്കിലും ഒരു സുന്നത്ത്, മഗ്രിബ് നിസ്കാരം, അതിന്റെ ശേഷമുള്ള ബഅദിയായ സുന്നത്തുകൾ, പിന്നെ ഔറാദുകൾ, ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്നൊരു നേരമാണ് അസ്തമിക്കുന്ന നേരം. എന്താ നമ്മുടെ ടിവിക്കാര് കാണിച്ചു തരുന്നത്? എന്താ കാണിച്ചിരുന്നത്? മഗ്രിബാകുമ്പോൾ രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഗ്രിബ്. ഖബറിലേക്ക് പോയി കടക്കണല്ലോ എന്ന് ഇരുട്ട് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരം. അള്ളാഹുവിന്റെ രാത്രി മനുഷ്യനൊരു ഉപദേശകനായി വരുന്ന നേരത്താണ് നമ്മുടെ ഏഷ്യാനെറ്റുകാരനും മറ്റുള്ള ചാനലുകാർ ഭക്തിയുള്ള സീരിയലുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അവർക്കും വേണം ഭക്തി. എവിടെ? മുസ്ലിമിന്റെ ഭക്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഖുർആൻ ഓതേണ്ട നേരത്താണ് ഭക്തിയുള്ള രാമായണത്തിന്റെയും ഭഗവത്ഗീതയുടെയും മറ്റു അവരുടെ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ പറയുന്ന സീരിയലുകൾ. അത് കഴിഞ്ഞിട്ടാ പിന്നെ അമ്മായിമാൻ എങ്ങനെ പറ്റിക്കാൻ പറ്റിയാന്ന് പെണ്ണിനെ പഠിപ്പിക്കുന്നത്. അതൊക്കെ അതിന്റെ ശേഷം ആദ്യം പഠിപ്പിക്കുന്ന സീരിയലുകൾ ഭക്തിയുള്ള സീരിയലുകൾ. അത്ഭുതപ്പെട്ടു പോയി കേട്ടുപോയപ്പോ. ഇങ്ങനെ നമ്മളോട് ഭക്തിയിലും തഖ്വയിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ നേരത്ത് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ സീരിയലുകളിലൂടെ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ശിർക്കിന്റെ വചനങ്ങൾ നമ്മുടെ പൊരന്റെ ഉള്ളിൽ പറയിപ്പിക്കാൻ കാരണമായത് തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്. മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ, മുഅ്മിനീങ്ങളുടെ ചെവികളിലേക്ക് ശിർക്കിന്റെ വാചകങ്ങൾ കടത്തിവിട്ടത് നമ്മുടെ ടിവി സംസ്കാരമല്ലേ? അവർക്ക് ഭക്തി തോന്നുന്നുണ്ട് മഗ്രിബിന്റെ നേരത്തെ. ആ നേരത്തെ കണക്കാക്കിയിട്ട് അത്തരം സീരിയലുകൾ വരുന്നത്. നമ്മുടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഭക്തിയിൽ മുസ്ലിമിനോട് പോകാൻ പറഞ്ഞ നേരത്താണ് പച്ചയായ ശിർക്കിന്റെ കഥകളും ഉണ്ടായതോ ഇല്ലാത്തതോ ആയ മിത്തോളജി, മിത്തുകൾ, ലെജൻഡുകൾ, അതിന്റെ ആസ്പദമാക്കിയുള്ള കഥകളും കഥനകളും അതിന്റെ വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇത് നിരന്തരം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിശ്വാസത്തിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? ശിർക്കിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന പണിയിലേക്ക് പോകൂലേ നമ്മുടെ മക്കൾ? ഈ നേരത്ത് മുസ്ലിമേ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും നാളെ ഖബറിന്റെ ഉള്ളിലെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ നിങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓദിക്കോ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതോദണ്ട നേരത്താണ് പെങ്ങളെ, ഇതോദണ്ട നേരത്താണ് സഹോദരി നീ റിമോട്ട് പിടിച്ച് കളിക്കുന്നത്. മഗ്രിബിന്റെ നേരത്ത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ ഇത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ടിവിയിലൂടെ അല്ലാതെ, നമ്മുടെ ചാനലുകളിലൂടെ അല്ലാതെ വേറെയുണ്ടോ? മുസ്ലിമേ, മദ്രസകൾ നമ്മളെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി മദ്രസകൾ ഉണ്ടാകാം. എന്ത് പഠിച്ചിട്ടെന്താ? ഈ കുട്ടി മഫ്ത ധരിച്ച് അച്ചടക്കമുള്ള വേഷം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് വരുന്ന ആൺകുട്ടികളും പർദ്ദ ധരിച്ചു വരുന്ന പെൺമക്കളും മദ്രസ വിട്ടുപോയി വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മാന്റെ കയ്യിലെ റിമോട്ട് പിടിച്ച് തിരിച്ചും മറിച്ചും ചാനലുകൾ മാറ്റി മഗ്രിബ് നിസ്കാരത്തിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഹറാം കണ്ടുകൊണ്ടിരിക്കുന്ന നേരം നമ്മുടെ മക്കളെ ഉമ്മമാർ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? എന്താണ് ഈ മക്കൾ പിന്നെ പഠിക്കുക? മദ്രസയിലെ 1 മണിക്കൂർ കൊണ്ട് മക്കൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? മദ്രസയിലെ 1.5 മണിക്കൂർ കൊണ്ട് മക്കള് സൂഫിയാക്കളാകുമെന്ന് വിചാരിച്ചോ? നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണെങ്കിൽ എങ്ങനെയാ മക്കൾ നന്നാവുക? ഈ ഫിത്നയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. മുഅ്മിനേ, നീ എത്ര വലിയ 60 100 ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീൻ വാങ്ങിക്കോ. എന്ത് വാങ്ങിച്ചിട്ടെന്താ? നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പോകുന്നത് തോന്നിവാസങ്ങളല്ലേ? അല്ലേ? തുഅറദുൽ ഫിതൻ
അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിത്നകൾ വരുന്ന കാലമുണ്ട്, ഇരുട്ടുള്ള രാത്രിയിലെ ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ. യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ, നേരം വെളുക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ ഒരു സീരിയലോ ഒരു ടോക്കോ ഒരു ഡോക്യുമെന്ററിയോ കാണുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായിട്ടുണ്ട്. പിന്നെ അവൻ പറയാ പടച്ചോണ്ടൊന്നും തോന്നണില്ല. അങ്ങനെ ഉംറ ചെയ്ത് വന്നിട്ട് അവൻ പറയാ, ഞാൻ പിന്നെ പോയതേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോയത്, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല. മുസ്ലിമായ മനുഷ്യൻ ലവലേശം സങ്കോചമില്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയില്ലേ? തുഅറദുൽ ഫിതൻ, രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ മൊബൈലിൽ ഏതോ ഒരാൾ എന്തോ പ്രസംഗിച്ചത് കേട്ടപ്പോഴേക്കും അവന് തോന്നി മഹാന്മാരെടുത്ത് സിയാറത്ത് ചെയ്യുന്നത് ശിർക്കാണ് പോൽ, പിന്നെ അങ്ങോട്ട് പോവണ്ട, തച്ചുപൊളിക്കണം എന്ന് അവന് കേട്ട മസ്അല അല്ലേ? അള്ളാഹുവിന്റെ ഭൂമിയിലെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും അവരെ കൊണ്ടല്ലേ ദീൻ അള്ളാഹുടെ നിലനിർത്തിയത്. ആ മഹത്തുക്കളുടെ ചാരത്ത് ചെന്ന്, അള്ളാഹുവേ ഈ മഹാത്മാവിന്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് ഉപകാരം തരണേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഇവരുടെ ബറക്കത്ത് കൊണ്ടെങ്കിലും പൊറുത്തുതാ, ഞങ്ങൾ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളിന്റെ മുമ്പിലല്ലേ. ഇത് പറയുമ്പോഴേക്കും ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന ക്ലിപ്പ് കേൾക്കുമ്പോ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോകുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു തരിൻ. മഹത്തുക്കളെ ബഹുമാനിക്കണമെന്നും അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരെയും ആദരവോടെ കാണാവൂ എന്നും ഉലമാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരുത്തന്റെ കവലയിലെ പ്രസംഗം കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ ശിർക്കും കുഫറുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് ഖിബിലയിലേക്ക് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയുന്ന ക്ലിപ്പുകൾ കേൾക്കുമ്പോ, എന്റെ മുസ്ലിമേ, നിന്റെ ഈമാൻ എവിടെ എത്തിയിട്ടുണ്ട്? യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ, വൈകുന്നേരം മുസ്ലിമാണ്, അന്ന് രാത്രി എന്തോ ക്ലിപ്പ് കേട്ടതോടുകൂടെ നേരം വെളുത്തപ്പോൾ അവന് തോന്നി ഇതൊക്കെ കുഫറാണല്ലോ എന്ന്. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാലം വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ കാണിക്കപ്പെടുന്ന ലോകമല്ലേ ഇത്? കൈകളിൽ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലേ, ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകളുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുള്ള നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ മൊബൈലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം മനുഷ്യന്മാർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പുകൾ, ഷോർട്ട് വീഡിയോകൾ, അതിലെ കമന്റുകൾ, അതിൽ വരുന്ന കഥകൾ, അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ, ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ഇസ്ലാമും നിന്റെ ഈമാനും തകർക്കാൻ ശത്രുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഹദീസ് പറഞ്ഞ വാക്കുകൾ പുലരുകയാണ്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ ഫമസ്തൻകറ